നമസ്കാരം. യുദ്ധത്തിന്റെ തീ പടർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ശക്തിയുടെ രാഷ്ട്രീയവും ഭീഷണിയുടെ ഭാഷയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് ലോകം നീങ്ങുകയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദങ്ങൾ ഒരു കാര്യമാണ് വ്യക്തമാക്കുന്നത്: അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന ചർച്ച പ്രസ്താവനകൾ വെറും പുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു പിന്മാറ്റത്തിന്റെ സൂചനയാണോ എന്ന സംശയം ശക്തമായി ഇവിടെ ഉയരുകയാണ്. ഭീഷണിയുടെ പരമാവധി ഉപയോഗിച്ചിരുന്ന ഒരു നേതാവ് ഇപ്പോൾ യുദ്ധത്തിന്റെ കനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നതായി തോന്നുമ്പോൾ അതിനെ ഇറാൻ ദൗർബല്യമായി കാണുന്നുവെന്നത് വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ ഒരു നിഗൂഢവും കഠിനവുമായ രാഷ്ട്രീയ സന്ദേശമാണ് ടെഹ്റാൻ നൽകുന്നത്: ഭയന്ന് പിൻവാങ്ങുന്ന ഒരാളുടെ അഭ്യർത്ഥനകൾക്ക് വിലയില്ല. സമാധാനത്തിനായി കൈനീട്ടുന്നവൻ ആദ്യം തന്റെ നിലപാട് തെളിയിക്കണം. അതിനായി വെറും വാക്കുകൾ മതിയാകില്ല. പ്രത്യക്ഷമായ ഒരു വിലയാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് എന്ന സൂചനകൾ ഇതോടെ ശക്തമാവുകയാണ്. ആ വില ലോക രാഷ്ട്രീയത്തെ നടുക്കാൻ ശേഷിയുള്ളതാണ്. ഇറാനും US ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധത്തിൽ താൽക്കാലിക ആശ്വാസം എന്ന വാർത്തകൾ തള്ളിയാണ് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. US പ്രസിഡന്റുമായി ഒരു സമാധാന ചർച്ചയും നടന്നിട്ടില്ല എന്ന് ഇറാൻ പ്രതികരിച്ചു. സംഘർഷത്തിന് സമ്പൂർണ്ണ പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനുമായി നടത്തിയ ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതി ഉണ്ടായി എന്ന് US സമാധാനത്തിന് ഇറാൻ ഒരു അവസരം കൂടി നൽകുന്നുവെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദ്വിദിന ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചിരുന്നു. ഇറാനുമായി ചർച്ചകൾ തുടരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. വിശാലമായ ഒരു കരാർ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നിർണ്ണയിക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത്തവണ ഇറാൻ ഗൗരവപരമായാണ് ചർച്ചകൾ എടുക്കുന്നത്. അവർ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, സമാധാനം ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ US-ഉമായുള്ള ചർച്ചകൾ നടക്കുന്നില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ട്രംപിന്റെ അവകാശവാദങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ വ്യാജമാണ് എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ തന്നെ വ്യക്തമാക്കി രംഗത്ത് വന്നു. ഇത് ക്രൂഡ് ഓയിൽ അടക്കമുള്ള വിപണികളെ കൃത്രിമമായി നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള വ്യാജ വാർത്തകളാണെന്നാണ് ഇറാന്റെ വാദം. യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ ആഗോള വിപണികളിൽ നേരിയ ഉണർവ് സംഭവിച്ചിരുന്നു. എണ്ണ വിലയും താഴ്ന്നു. എന്നാൽ ഇത്തരം വാർത്തകളിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്താണ് എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാനുമായി നടത്തിയ ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതി ഉണ്ടായി എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ 5 ദിവസത്തെ സമയം കൂടി അനുവദിച്ചുവെന്നും ഈ കാലയളവിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ല എന്നും ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് സംബന്ധിച്ച ഉത്തരവ് യുദ്ധവകുപ്പിന് നൽകിയിട്ടുണ്ടെന്നും ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. എന്നാൽ ഇറാന്റെ ശക്തമായ താക്കീതിനെ തുടർന്ന് US പ്രസിഡന്റിന് പിന്തിരിയേണ്ടി വന്നു എന്നാണ് ഇറാന്റെ ദേശീയ മാധ്യമങ്ങൾ പ്രതികരിച്ചത്. ട്രംപുമായി ഇറാന്റെ ഭാഗത്തു നിന്ന് ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇവിടെ ഉയർന്ന ഏറ്റവും അതിശക്തമായ നിർദ്ദേശം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തല കൈമാറിയാലേ യഥാർത്ഥ സമാധാനത്തിന് വാതിൽ തുറക്കൂ എന്ന സന്ദേശമാണ്. ഇതൊരു സങ്കല്പമോ അതോ രഹസ്യ രാഷ്ട്രീയ നീക്കങ്ങളോ എന്നതിൽ വ്യക്തത ഇല്ല എങ്കിലും ഈ തരത്തിലുള്ള ആവശ്യം തന്നെ ലോകത്തെ ഞെട്ടിക്കാൻ മതി. ഖമേനിയുടെ മുന്നിൽ വെച്ച് ഈ പകലം വെപ്പ് നടക്കണമെന്ന സൂചനകൾ ഉയരുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രസ്താവന എന്നതിലുപരി ശക്തിയുടെ പരമാവധി പ്രകടനമായി തീരും. ഇതോടെ യുദ്ധം വെറും ആയുധങ്ങളുടെയോ അതിർത്തികളുടെയോ വിഷയമല്ല, അത് അഭിമാനത്തിന്റെയും ആധിപത്യത്തിന്റെയും ആത്മഗൗരവത്തിന്റെയും പോരാട്ടമായി മാറുകയാണ്. ട്രംപിന്റെ നീക്കങ്ങൾ ഭയത്തിന്റെ പ്രതിഫലനമാണോ അതോ പുതിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇറാന്റെ കടുത്ത പ്രതികരണം ലോകത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് തള്ളുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ സമാധാനം ഒരു സ്വപ്നമായി തുടരണമെങ്കിൽ പോലും അതിന് നൽകേണ്ട വില ചെറുതല്ല എന്ന ഭയം ശക്തമാവുകയാണ്. യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ലോകം ഇനി കാത്തിരിക്കുന്നത് ആര് പിന്മാറുമോ അല്ലെങ്കിൽ ആരെങ്കിലും അതിന്റെ പരിധികൾ കടന്നു പോകുമോ എന്ന ചോദ്യത്തിലേക്കാണ്.